നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം. ഉപ്പും മുളകും നമുക്കറിയാമല്ലോ, എല്ലാ ഈ TV പ്രേക്ഷകർക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അത് ഉപ്പും മുളകും തന്നെയായിരിക്കും. അതിൻ്റെ ഹാസ്യവൽക്കരണം, അത് ചെയ്യുന്ന രീതി, അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം വളരെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടർ ആയിക്കഴിഞ്ഞാൽ ബാലു ആയിക്കോട്ടെ, ഈ പറയുന്ന നിഷ ആയിക്കോട്ടെ, അതിലുണ്ടാകുന്ന ഈ ശ്രീകുമാർ ആയിക്കോട്ടെ, എല്ലാവർക്കും വളരെ സ്നേഹമായിരുന്നു. ആ കൊച്ചു കുട്ടി വരെ അല്ലേ, ആ കൊച്ചു കുട്ടി വരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വളരെ പ്രശസ്തിയിലേക്ക് പോകുന്ന ഉപ്പും മുളകും ഇതിനു മുമ്പും പല കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നിഷാ സാരംഗ് തന്നെ അതിൽ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറെ കുറിച്ച് ഡയറക്ടറിനോട് എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് എൻ്റെ അടുത്ത് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രവേഴ്സിക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് നിഷാ സാരംഗ് തിരിച്ച് ഈ സീരിയൽ വരികയും വീണ്ടും പൂർവാധീനം ശക്തിയോടുകൂടി ഈ സീരിയൽ ഇടയ്ക്ക് നിർത്തിയതാണ്. പൂർവാധീനം ശക്തിയോടുകൂടി എന്ത് ചെയ്തത് വീണ്ടും പുനരാരംഭിക്കുകയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് 2 ദിവസം 3-4 ദിവസം മുമ്പ് വീണ്ടും ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് മറ്റേതോ അതിലുള്ള ഒരു സീരിയൽ നടി തന്നെ എന്താണ് എന്ന് പറയുന്നു, എന്നെ അതിനകത്തുള്ള ബാലുവിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ബാലുവും അതുപോലെ തന്നെ ശ്രീകുമാർ അല്ലെ, അളിയനായിട്ട് അഭിനയിക്കുന്ന ശ്രീകുമാറും എന്നെ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഫോടനപരം ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പല ഊഹാപോഹങ്ങളുണ്ട്. പല മെയിൻ സ്ട്രീമിലും ഈ വാർത്ത വന്നു. പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പുതിയ നടിയാണ്, ഇപ്പൊ വന്നു ഇപ്പൊ ഇല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ ഈ ഗൗരി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയായിരുന്നു എല്ലാവർക്കും ആദ്യം ഗൗരി ആയിരിക്കാം, കാരണം പുതിയതായിട്ട് വന്നത് ഗൗരിയാണല്ലോ. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഗൗരി എന്ത് ചെയ്താൽ അഭിനയിക്കുന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിന് അവസാനം ഗൗരി തന്നെ വന്നിട്ട് എന്ത് പറയുന്നു, ഞാൻ പുതിയതായിട്ട് വന്നു കരുതി ഞാനിവിടെ മാറുന്നത്, എനിക്ക് വേറെ പല ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ പല റൂമേഴ്സ് വരുന്നുണ്ട്, പല വാർത്തകൾ വരുന്നത് നിഷാ സാരംഗ് തന്നെയാണ് ഇത് ചെയ്തത്, ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്നുള്ള വാർത്ത നമുക്ക് അറിയത്തില്ല, അത് നിഷായാണോ ആരാണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ പറയുന്ന 2 ദിവസം കൊണ്ട് ഈ ഉപ്പുമുളകും ടെലികാസ്റ്റ് ചെയ്യുന്നത്, അതിനകത്ത് ഈ പറയുന്ന നിഷാ സാരംഗുമില്ല, ഈ പറയുന്ന ശ്രീകുമാറുമില്ല, ഈ ബാലുവുമില്ല, ഈ 3 പേരെയും ഇല്ലാതെയാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്തത് ഈ പറയുന്ന ഉപ്പുമുളകും പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഉപ്പുമുളകും ഇനി ഉണ്ടാകുമോ, എന്തായിരിക്കും ഉപ്പുമുളകുടെ ഭാവി, ഇനി ബാലു തിരിച്ചു വരുമോ, ഇതിനെവരെ ഈ ഒരു സോർട്ട് ആരെ ആയിക്കോട്ടെ, ഏത് നടിയോ ആയിക്കോട്ടെ ഈ പരാതി കൊടുത്തത്, ഇത് സോർട്ട് ഔട്ട് ആവുമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ഈ സീരിയൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ്, എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കാണുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന 3 പ്രമുഖരുമില്ല അല്ലേ, ഈ പറയുന്ന 3 പ്രമുഖരുമില്ല. ആ ബാലുവിന്റെ 2 കൊച്ചുകുട്ടിയും പാറുവും പിന്നെ ആ ചെറുക്കനെയും വെച്ചുകൊണ്ട് ഈ പറയുന്ന ഗൗരിയൊക്കെ വെച്ചുകൊണ്ട് അവർ തട്ടിക്കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാധനം പോകുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഈ ശ്രീകുമാർ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ കേസ് കൊടുത്ത ഒരു വ്യക്തിയാണ്, കേസിലായ ഒരു വ്യക്തിയാണ് ശ്രീകുമാർ ഇവിടെ ഇല്ല. ശ്രീകുമാർ പെട്ടെന്ന് ഗൾഫിലേക്ക് അതായത് ശ്രീകുമാർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്തു, ടപ്പേന എടുത്ത് എന്ത് ചെയ്തു, ഗൾഫിലേക്ക് അവരെന്ത് ചെയ്തു, പാക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ശ്രീകുമാർ പെട്ടെന്ന് തിരിച്ചു വരില്ല എന്നുള്ളതും ശ്രീകുമാർ ഇനി ഈ സീരിയലിൽ കാണില്ല എന്നുള്ളതും നമുക്ക് കൂട്ടി വായിക്കാം. അതുപോലെ ബാലുവിന്റെ കേസും ഈ പറയുന്ന കേസും നിഷയുടെ കേസും പറഞ്ഞ അവർ നെയ്യാറ്റിൻകരയാണ്, അവിടെ നിൽക്കുകയാണ്, അവർ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഇടയ്ക്കൊന്നും അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇതിനകത്തോട്ട് ഇപ്പം നിലവിലെ കേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ 3 പേരും ഇതിനകത്തോട്ട് വീണ്ടും വന്ന് എന്ത് ചെയ്യണം, ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരും മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവർ തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ ആദ്യം കുറേ ദിവസമൊക്കെ നിഷാ സാരംഗ് ഇത് മാറി നിന്നെങ്കിൽ പിന്നീട് ഇത് പറഞ്ഞ അവിടെ സംവിധാനം അല്ലെങ്കിൽ എന്ത് ചെയ്തു, ആ ചാനലിന്റെ ഡയറക്ടർ എല്ലാം കൂടി സംസാരിച്ച് ക്ലിയർ ആക്കി വീണ്ടും ഈ നിഷയെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു കോംപ്രമൈസ് ചർച്ച നടക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പം കോംപ്രമൈസ് ചർച്ച നടന്നുകൊണ്ട് തന്നെ എന്താണ്, കാരണം ഈ ബാലുവോ അല്ലെങ്കിൽ ഈ പറയുന്ന നിഷയോ ഈ പറയുന്ന മെയിനായിട്ട് ബാലു നിഷയും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീരിയൽ ഉപ്പുമുളക് എന്ന് പറയുന്ന സീരിയലിൽ ഒരു ഗുമ്മില്ലാതായിപ്പോ അല്ലേ. അവരായിരുന്നു അതിന്റെ മെയിൻ കണ്ണികൾ, അവരായിരുന്നു അതിന്റെ സത്ത്. അപ്പൊ അവർ 2 പേരും ഇല്ലാതായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബാലുവിന്റെ അടുത്ത് പറയണം, ബാലു ഇല്ലാതായി കഴിഞ്ഞാൽ ആ സീരിയലിൽ പിന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് 1-2 എപ്പിസോഡോ അല്ലെങ്കിൽ 4-5 എപ്പിസോഡോ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. പക്ഷെ അത് കഴിയുമ്പോൾ ഈ പ്രേക്ഷകർക്ക് അത് മടുത്തു തുടങ്ങും. മനസ്സിലായി, ബാലു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ ഒരു എടുത്തിരിക്കുന്ന രീതി, ആ ക്യാരക്ടർ കൊണ്ടുപോകുന്ന രീതി, ബാലു ഡെലിവറി ചെയ്യുന്ന പിന്നെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കര സാധാരണ സംസാരിക്കുന്ന രീതിയിൽ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഈ ബാലുവും ഈ നിഷയൊക്കെ തിരിച്ചു വരാതിരിക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിന്റെ ഭാവി തന്നെ വളരെ
പ്രശ്നത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇത് ചർച്ചയിലൂടെ പരിഹരിച്ച് ഒരു സോൾവ് ആക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്കെല്ലാം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഭാരം, എനിക്ക് തോന്നുന്നത് ഡെയിലി 10,000 രൂപ ഇതിന് വരുമാനമുണ്ട്. നിഷയ്ക്കായാലും 8,000 10,000 ആ ഒരു റേഞ്ചിൽ അവർക്ക് ഡെയിലി വരുമാനമുള്ള ആ കൂടി ഏറ്റവും കൂടുതൽ അവർ ഇത്രയും കാലം പിന്നെ സമ്പാദിച്ചതൊക്കെ അത് വർഷങ്ങളായി. എത്ര വർഷമായെന്ന് അറിയാം, 10-15 വർഷമായെന്ന് തോന്നി തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ അത്രയും വർഷം എന്ത് ചെയ്തു, അവർക്ക് കിട്ടുന്ന അവരുടെ വരുമാനം മൊത്തത്തിന്റെ ഒരു 90% വരുമാനം അവർക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ ഏത് നിന്നാണ്? ഈ പറയുന്ന സീരിയലിൽ നിന്നാണ് അല്ലേ? ഈ പറയുന്ന ഉപ്പുമുളക് വന്ന സീരിയൽ, ആ കൊച്ചുകുട്ടിക്ക് വരെ, ആ പറയുന്ന പാർവന് വരെ ഡെയിലി 4,000 എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആയിരിക്കാം അത്രയൊക്കെ കൊടുക്കും. കാരണം അത്രയും ജനപ്രീതി നേടിയ ഒരു പിന്നീട് സീരിയലാണ്. അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് കിട്ടുന്ന നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യണം, ലക്ഷങ്ങളും മില്യൺസും അടിച്ചു പോകുന്ന ഒരു സീരിയൽ. എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഉൾപ്പെടെ സീരിയൽ കാണാറില്ല, പക്ഷേ ഈ ഒരു സാധനം കാണും. കാരണം കുറച്ച് നമുക്ക് ചിരിക്കാൻ പറ്റും. അവരുടെ ആ ഒരു എടുത്തിരിക്കുന്ന രീതി, ഡയറക്ടർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇതിനകത്തുള്ള ഈ ഡയറക്ടർ അതായത് ചാനൽ ഡയറക്ടർ എന്ത് ചെയ്യും, ഇതുവരായിട്ട് ചർച്ച ചെയ്ത് ഇതിനൊരു രമ്യതയിൽ പോകാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രമ്യതയിൽ പോയി ഇവർ വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അപ്പൊ നിഷയാണ് എന്നുള്ളത്. നിഷയ്ക്ക് ഇതിന് മുമ്പ് ഇതുപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നിഷ സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും നമുക്ക് ചോദിക്കും, നിഷയുടെ ഭാഗത്ത് നിന്ന് തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം വരും. നിഷ എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു ഊഹം പറയാണ്. ചിലപ്പോൾ നിഷ വളരെ ബോൾഡായിട്ടത് കൊണ്ടായിരിക്കാം, മറ്റുള്ളവരെ പോലെ ഒന്നും ഒളിച്ചു വെക്കാത്ത പെൺകുട്ടി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ടാവാം, വീട്ടമ്മ ആയതുകൊണ്ടാവാം. കാരണം തനിക്കെതിരെ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമം എന്തായാലും അപ്പൊ തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇതിനകത്തുണ്ടാകും. അതോ ഇനി ഗൂഢാലോചനയാണോ, കോൺസ്പിറസി ആണോ എന്നുള്ളതും നമുക്ക് സംശയിക്കേണ്ടത്. ചിലപ്പോൾ കോൺസ്പിറസി വേറെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം തീർത്തതാണോ എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് സംശയിക്കേണ്ടതാക്കിയിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ ഒന്നുകിൽ ഈ ഭയങ്കര ബോൾഡായിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിഷാദ് സാറിന്. അതുകൊണ്ട് തന്നെ തനിക്ക് നേരിട്ടത് അപ്പൊ തന്നെ നേരിട്ട് വന്ന് ഇന്നതുപോലെ എനിക്ക് ലൈംഗിക അതിക്രമം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ലൈംഗിക അതിക്രമം കയറി പിടിക്കുകയോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം പറഞ്ഞു വരുന്നത്, ഒരു ഡ്രസ്സ് മാറാൻ സമയത്ത് ഫോട്ടോ എടുത്തു, അതൊക്കെ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല സത്യം പറഞ്ഞെങ്കിൽ. ഡ്രസ്സ് മാറാൻ നിന്ന സമയത്ത് ഫോട്ടോ എടുത്തത്, അതിനെ കൊണ്ട് കേസ് കൊടുക്കുക, അതിന് ഈ ഒരു രീതിയിലേക്ക് കേസായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നെങ്കിൽ അതിന് മുമ്പയോ അതിന്റെ ബാക്കിലോ ഒക്കെ പല കാര്യങ്ങൾ. ഇപ്പൊ ഈ ഒരു ചെറിയൊരു സംഭവത്തിന് എനിക്ക് തോന്നുന്നില്ല ബാലുവപ്പോഴുള്ളവരൊക്കെ ഒരു ഡ്രസ്സ് മാറുന്നതൊക്കെ ഷൂട്ട് ചെയ്യുമെന്ന് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഷൂട്ട് ചെയ്തത് പുറത്ത് പറഞ്ഞാൽ ഞാൻ തന്നെ ഭീഷണിപ്പെടുത്തിയത്, ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി നടക്കുമ്പോൾ അത് നമുക്ക് ഡൈജസ്റ്റ്. അപ്പൊ ഇതല്ല, ഇതിനപ്പുറം അല്ലെങ്കിൽ മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഒരു വ്യക്തി വൈരാഗ്യം, എന്തെങ്കിലും ഒരു കേസിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം ഇതിനകത്ത് ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് പൊകഞ്ഞായിരിക്കും ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക്, ഒരു കേസായിട്ടുള്ള രീതിയിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നിഷ എന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ എനിക്ക് എന്തായാലും അമ്മുമ്മയാണ്. അതുപോലെ നിഷ അമ്മുമ്മയാണ്. മൂത്ത മോളെന്തോ കെട്ടിച്ചു വിട്ടു, മക്കളെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എനിക്ക് വീണ്ടും വലിയൊരു കൂട്ട് വേണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അത് നല്ലത് തന്നെ. എത്രയായി നമുക്ക് വയസ്സായി, നമുക്കൊരു കൂട്ട് വേണ്ടത് നല്ലത്. അത്രയ്ക്ക് ഇത്രയും അമ്മുമ്മ ആയെങ്കിൽ കൂടിയും നിഷയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ അത്ര വയസ്സായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്നും കൂടി തിരക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ എന്തോ ഇതിനകത്ത് കിടന്ന് പുകയുന്നുണ്ട് അല്ലേ, വേറെ എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ എന്തെങ്കിലും ഇതിനകത്ത് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തതോ ഒന്നും അല്ല. അതിനപ്പുറം ഇത് ഒരു കേസിന് വേണ്ടിയിട്ട് മാത്രം ഇത് പറഞ്ഞതായിരിക്കും. അതിനപ്പുറം മറ്റൊന്നും ഇതിനകത്ത് കിടന്ന് പോകുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരിക, ജനമേ നിശ്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതി കൊടുത്തവളോ അല്ലെങ്കിൽ ഈ പരാതി ഈ പറയുന്ന ബാലു ആരെങ്കിലും ഒരു ഇന്റർവ്യൂസ് കാര്യങ്ങൾ വരെ സത്യാവസ്ഥ പുറത്തു വരും എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കി അവരൊക്കെ തിരിച്ചു വരുന്ന നല്ലൊരു സീരിയലാണ്. വീണ്ടും ഒരു ഒത്തിരിമയുടെ ആ സീരിയൽ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.